പോയിരുന്നു. സമന്ത പറയാൻ തുടങ്ങി, എൻ്റെ ഇവിടെ നടക്കുന്നത് ഒന്നും മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞ് സമന്ത സ്മെൽ ചെയ്ത് സമന്ത നടന്നുകൊണ്ട് പോകുമ്പോൾ എയർപോർട്ട് ഇറങ്ങി വരുമ്പോൾ ജങ്കുക്ക് ഒരാളോട് പറഞ്ഞു ഒരു ഹീറോയിന് ഫോട്ടോ അയച്ചു, ഇവ വന്ന വണ്ടിയിൽ കയറിട്ടു. അങ്ങനെ ഹീറോയിൻ എടുത്തുകൊണ്ട് വരുമ്പോൾ ഹീറോയിന് രണ്ട് ബോഡി ഗാർഡ് പിടിച്ചു ഹീറോയിനെ വണ്ടിയിലിട്ട് കയറ്റി. ഹീറോയിൻ്റെ ഫ്രണ്ട്സ് ഒച്ചുണ്ടാക്കാൻ തുടങ്ങിയായിരുന്നു. ജങ്കുക്ക് മിരട്ടിയായിരുന്നു. ജങ്കുക്കിനോട് ഹീറോയിൻ്റെ ഫ്രണ്ട് പേടിച്ചു പോയി. അയ്യോ ഇപ്പം എന്ത് ജങ്കുക്കിന് ഹീറോയിൻ്റെ ഫ്രണ്ട് ഹസ്ബൻഡ് പറഞ്ഞായിരുന്നു ഹീറോയിൻ്റെ ഫ്രണ്ട് വെച്ചുണ്ടാക്കായിരുന്നു. ഹീറോയിൻ എടുത്തുകൊണ്ട് പോയി വണ്ടിയിൽ കയറ്റി. ജങ്കുക്ക് പ്ലാൻ ചെയ്തിരുന്നു. അങ്ങനെ ഹീറോയിൻ മയങ്ങിയായിരുന്നു. മയക്കമായിരുന്നു അടുത്ത് ഹീറോയിനെ കിഡ്നാപ്പ് ചെയ്ത് എനിക്ക്. അങ്ങനെ വീട്ടിൽ ഹീറോയിൻ കണ്ണ് തുറന്ന് നോക്കും. നൈറ്റായിരുന്നു. ഹീറോയിൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ജങ്കുക്കാണ്. ഹീറോ ഷോക്കായിരുന്നു. ഹീറോയിൻ പോകുമ്പോൾ പറഞ്ഞ എത്ര പണി പറഞ്ഞ അതെ അതെ 4 മണിയായിരുന്നു. ഹീറോയിൻ പെണ്ണിച്ച് നോക്കുമ്പോൾ 6 മണി ആയിരുന്നു. 6 മണി 7 മണി 6 മണിയല്ല 8 മണി എന്തോ ആയിരുന്നു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. ഞാൻ എവിടെ ഉള്ളത് ജങ്കുക്ക് പറയുന്നത്, നീ എവിടെ ഉള്ളത് ബേബി എന്ന് ജങ്കുക്ക് ഷോക്കായി. നിങ്ങൾ തന്നെ എന്നെ പിടിച്ചിട്ട് വന്നു. ഹീറോയെ നോക്കി പറയാൻ തുടങ്ങി, നിനക്കും ഞങ്ങൾക്ക് മാരേജാണ്. എങ്ങനെ മാരേജ്? അത് ഞാൻ സമ്മതിക്കില്ല എന്നു. നീ സമ്മതിച്ചില്ല മോശമില്ല, ഞങ്ങൾ തന്നെ എന്നെ കല്യാണം കഴിക്കും 7 പറഞ്ഞായിരുന്നു. ഹീറോ ഷോക്കായിരുന്നു. ബാക്കി 6 പേർക്ക് ഒന്നും മനസ്സിലായില്ല. ജങ്കുക്ക് പറഞ്ഞു. ജങ്കുക്കോട് 7 പേർ പറഞ്ഞു നിങ്ങൾക്ക് ഒരേ വയസ്സ് മാത്രം. ജങ്കുക്ക് പറഞ്ഞു എനിക്ക് ഇവളെ ഇഷ്ടപ്പെട്ടത് എന്ന്. അങ്ങനെ ഹീറോയിനും 7 പേർക്കും മാരേജായി. ഹീറോയിൻ കെയർ ചെയ്യാൻ തുടങ്ങിയെന്ന് അവർ പറഞ്ഞു. മാരേജ് കഴിഞ്ഞ് ഇങ്ങനെ ഹീറോയിൻ നല്ല കെയറിങ് ചെയ്തായിരുന്നു. ഹീറോയ്ക്ക് കുറച്ച് അവർ ഹീറോയിൻ്റെ ഫ്രണ്ട് അങ്ങനെ കുറേയൊന്നും അത്ര അറിയില്ല ഹീറോയ്ക്ക്. ഹീറോയിൻ സാഡായിരുന്നു. അപ്പോൾ ഹീറോയിൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു അങ്ങനെ ജങ്കുക്ക് പറഞ്ഞു ഒരു പ്രശ്നം വന്നായിരുന്നു ഇവിടെ, ആപത്ത് വരും. ചെറിയ ആൾക്കാർ ഹീറോയിനെ കണ്ടുപിടിച്ചു. ഒരു ആപത്ത് വന്നു, എന്ത് ചെയ്യാൻ? അങ്ങനെ ഹീറോയിനെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഹീറോയിനോട് പറഞ്ഞു. കുറച്ച് നാൾ ഹീറോയിൻ കൂടെ അവർ ഒന്നും ചെയ്തില്ല. ഹീറോയിൻ എല്ലാം കെയറിങ് ചെയ്തായിരുന്നു. പിന്നെ അവർ പറഞ്ഞു നീ ഇന്ത്യക്ക് പോയിക്കോ. അത് ഹീറോയിൻ കൺഫ്യൂസ് ആയി. നീ പോയിക്കോന്ന് ജങ്കുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഹീറോയിനെ ഇന്ത്യക്ക് അയച്ചു. പിന്നെ ഇങ്ങനെ പ്രശ്നം അത് ഇത് വന്നായിരുന്നു. ഫ്രണ്ട്സ് ഷോക്കായിരുന്നു. ഫ്രണ്ട് കേട്ടായിരുന്നു. ഹീറോയിൻ്റെ മാരേജ് കഴിഞ്ഞ ദിയ പറയാൻ തുടങ്ങി. ദിയ വന്നായിരുന്നു. എന്താടി സംഭവിച്ചത്? എനിക്ക് അവർക്ക് മാരേജായി. എന്താ മാരേജായോ? ഹീറോയിൻ്റെ ഫ്രണ്ട് പറയാൻ തുടങ്ങി. ദിയ പറയാൻ തുടങ്ങി എന്തിനാ എന്നെ കിഡ്നാപ്പ് ചെയ്തത് അറിയില്ലടേ. അവർ നല്ല മാഫിയാണ്, നല്ല കെയറിങ്. പിന്നെ ഹീറോയിൻ്റെ ഫ്രണ്ട് കൊറിയൻ ലാംഗ്വേജും ഭയങ്കര ഈസിയായി പഠിപ്പിച്ചത്. നന്നായിട്ട് പറയാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് സാഡായിരുന്നു. അങ്ങനെ അവർ ഇന്ത്യക്ക് വന്നായിരുന്നു. ഇന്ത്യയിൽ അവർ കുറച്ച് ട്രിപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വീട്ടിൽ അവർ ഇന്ന് സംസാരിച്ച് താമസിച്ചായിരുന്നു. അങ്ങനെ അവർ കുറച്ച് ട്രിപ്പ് വന്നതായിരുന്നു. അങ്ങനെ അവർ ഇങ്ങനെ സംസാരിച്ചായിരുന്നു. ഹീറോയിൻ വാതിൽ വെള്ളടിച്ചു. ജിമ്മിന് തുറന്നു. ഷോക്കായിരുന്നു. ഹീറോയിൻ അകത്ത് വന്നു. നിങ്ങളെന്താ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഹീറോയിൻ പറഞ്ഞായിരുന്നു. അങ്ങനെ അവരെല്ലാം കുളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹീറോയിൻ അവർ പിടിച്ച് കിസ് ചെയ്തിരുന്നു. ജിമ്മിന് പോയായിരുന്നു. എന്തായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അവർ കൂടെ എല്ലാവരും സ്പെൻഡ് ചെയ്തു. അല്ല നൈറ്റായിരുന്നു വന്നത്. ഹീറോയിൻ ഐ ലവ് യു പറഞ്ഞു. അവർ